ഒരു ദൈവവൈദ്യന്റെ ധൈര്യവും ഉറപ്പുമാണ് പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളത്. എന്താണ് ഇന്നത്തെ സന്ദേശം? വളരെ നാളുകളായി നീ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയും ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ധൈര്യവും വിശ്വാസവുമാണ് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ഇന്ന് 116 സങ്കീർത്തനത്തിന്റെ 1 വാക്യമാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് വെളിപ്പെടുത്തുകയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ യാചന കേൾക്കുന്നൊരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുകയാണ്. സ്തോത്രം. മീഖായുടെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ദൈവവൈദ്യന്റെ ധൈര്യവും ഉറപ്പുമാണ് പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളത്. എന്താണ് ഇന്നത്തെ സന്ദേശം? വളരെ നാളുകളായി നീ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയും ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കുക. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. കണ്ടോ? ഇപ്പൊ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ധൈര്യം, ആ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിച്ചു എന്നുള്ള ധൈര്യം, ഇത് രണ്ടും ഒരു ദൈവവൈദ്യന്റെ അകത്തുണ്ടാകണം. എന്താണ് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുള്ള സന്ദേശം? നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല, പക്ഷേ അത് ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗം മറുപടിയുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, യഹോവ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാചനകളും കേട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരോട് ഒരു സന്ദേശം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തെ ആഴമായി സ്നേഹിച്ചു പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മളൊരു സ്നേഹിതനോട് വർത്താനം പറയാൻ കൊതിക്കുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ സംസാരിക്കാൻ നാം കൊതിക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യാചന ദൈവം കേട്ടിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൂടാരത്തിനകത്ത് വരും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ദൈവം കേൾക്കുന്നു എന്നുള്ള വിശ്വാസ ഉറപ്പ് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളെ മാറ്റിക്കൊടുക്കണം, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണം, അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഗോഡ് ബ്ലെസ് യു.